ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്കൂളൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ നേരത്തെ എണീറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ചായക്ക് വെള്ളം വെച്ച് അതൊക്കെ റെഡിയായി വന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പം ചൂടാൻ വേണ്ടിയിട്ട്. ഇന്ന് ദോശയായിട്ടോ ഉണ്ടാക്കണത്. അതുകൊണ്ട് തന്നെ ദോശയാണെന്ന് അറിഞ്ഞതിന് ശേഷം യൂസ് പറഞ്ഞു സ്കൂൾക്ക് എനിക്ക് അതന്നെ മതി, ചോറ് വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു കണക്കിന് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതന്നെ ഇരിക്കും ബെറ്റർ എന്ന് എനിക്കും തോന്നി. കാരണം എനിക്ക് വല്ലാതെ മറ്റേ ചോറും കാര്യങ്ങളും കൊണ്ടുപോകണേക്കാട്ടിലും ഇഷ്ടം അപ്പം ഒക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഞാനത് വിചാരിച്ചിട്ട് ചുടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നല്ല വൃത്തിക്ക് ചൂടുരുക്കൊക്കെ ചെയ്തു, എന്ത് പറയാനാ. പിന്നെ നോക്കുമ്പോൾ കിട്ടണത് തന്നെയില്ല, എത്ര നോക്കിയിട്ടും കിട്ടണില്ല. തിരിച്ചും മറിച്ചും നോക്കണ്ട്, കിട്ടണില്ല കേട്ടോ. ഒരുവിധം ചെറുതായിട്ട് കരിഞ്ഞതും പൊട്ടിയതൊക്കെ ആയിട്ടുള്ള അപ്പം ഇസൂനൊക്കെ കൊണ്ടേ കൊടുത്തിട്ടോ. കാരണം എന്താണെന്ന് അറിയണില്ല, ഒരു ഐഡിയയും കിട്ടണില്ല കേട്ടോ. അപ്പാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്താണ് പിന്നെ ചട്ടി കഴുകി ഞാൻ വീണ്ടും വന്ന് വെച്ചിട്ടോ. എന്നിട്ടൊന്നും അപ്പം ചട്ടിയിൽ നിന്ന് കിട്ടണില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നി ചിലപ്പോൾ വറ്റ് കൂടുതൽ ലൈറ്റാക്കാൻ, ചോറ് അരച്ച സമയത്ത് ചോറ് കൂടുതൽ ലൈറ്റായിരിക്കും വിചാരിച്ചു. എന്താണെന്ന് അറിയില്ല, ഒരു വിധത്തിലും കിട്ടണില്ല. അങ്ങനെ ഒരു വിധം ഇന്നാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു സ്കൂൾക്ക് അപ്പം മതി എന്നുള്ളത്, ഇനി ഓനിക്ക് കൊണ്ടുപോകാനും ഉണ്ടാക്കണം, പിന്നെ എല്ലാവർക്കും ഉള്ളത് ചുട്ടെടുക്കും വേണം. എന്തായാലും ഒരു വിധം പതുക്കെ ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ടോ ഞാൻ. അല്ലെങ്കിൽ സമയമില്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഓരോ പണി ഓരോന്നുണ്ടാകും. കാരണം നല്ല രീതിയിൽ അങ്ങോട്ട് ചുട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഉണ്ടാവും നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഒരുങ്ങാൻ. എന്തെങ്കിലും ആയിട്ട് അന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം കുറേ നേരമായിട്ട് ഇതുമ്പോൾ തന്നെയാണ് കേട്ടോ ഞാൻ. പിന്നെ ഞാനിന്ന് കടലക്കറി കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചത്. രാത്രി എന്നെയും കടലൊക്കെ വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ കിടന്നത്. പിന്നെ അപ്പത്തിൻ്റെ അവസ്ഥ കാണുന്ന സമയത്ത് കറിയും വേണ്ട ഒന്നും വേണ്ട, വെറും ചായ കുടിക്കാനാട്ടോ എനിക്ക് തോന്നിയത്. കാരണം അപ്പം ഇങ്ങോട്ട് എത്ര നല്ല രീതിയിൽ കിട്ടണ അപ്പം പിന്നെ അങ്ങോട്ട് കിടന്ന് കിട്ടുമ്പോഴേ അന്നത്തെ സമയവും ദിവസവും ഒക്കെ നമ്മളത് പോകും കേട്ടോ. അങ്ങനെ ഞാനെന്തായാലും പിന്നെ ഒരുവിധം എല്ലാവർക്കും ഉള്ളത് ചൂടുരുക്കൊക്കെ ചെയ്തതിന് ശേഷം ഇസൂനെ മദ്രസക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തിറങ്ങിട്ടോ. അപ്പോൾ തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് ചെറുതായിട്ട്. എന്നാൽ തണുപ്പും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പ്രകൃതിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പക്ഷേ അപ്പത്തിന് വീണ്ടും സ്കൂളുള്ളത് കൊണ്ട് വീണ്ടും നമ്മൾക്ക് ഓരോ ജോലി ബാക്കിയാട്ടോ. അങ്ങനെ ഞാൻ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് കുക്കറൊക്കെ എടുത്ത് ഗ്യാസിൽ വെച്ചു കേട്ടോ. പിന്നെ ഒരു മൂടും ഇല്ല കേട്ടോ കറിയൊന്നും വെക്കാനുള്ളത്. അപ്പം ശരിയാവാത്തതുകൊണ്ട് തന്നെ പിന്നെ മനസ്സോടെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. പിന്നെ ഇസൂന് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണമല്ലോ. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമാണെന്ന് ഇപ്പോൾ കറി ഉണ്ടാക്കൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ. കാരണം അപ്പം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ചായ കുടിക്കായിരിക്കും അതിക്കേറെ നല്ലത്. ഞാൻ കടലക്കറി വെക്കുന്ന സമയത്ത് ഉള്ളിയും തക്കാളിയും അതേപോലെ മുളകൊക്കെ പിന്നെ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് പിന്നെ എണ്ണയിലിട്ടിട്ട് വാട്ടുട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും, പിന്നെ പേസ്റ്റ് ഇട്ട് കൊടുക്കും. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കടല ഇട്ട് കൊടുത്ത് അങ്ങനെ അടച്ചേക്കില്ല കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് പാരും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ കറി അങ്ങനെയും പിന്നെ അങ്ങനെ തന്നെ കേട്ടോ വെക്കൽ. ഇനി എനിക്ക് അടിച്ചു വരാൻ പോകണം, അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല, പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ സ്കൂൾക്ക് ആക്കണം, അങ്ങനെ ചെറുതായിട്ടുള്ള ജോലിയും പിന്നെ അതേപോലെ തിരുമ്പാൻ പോകണം, അങ്ങനെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ കൊടുക്കണതിന് മുന്നേ ഞാൻ വേഗം പോയിട്ട് മുറ്റടിച്ച് വരാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഹെസമോളാണെന്നുണ്ടെങ്കിൽ ഉണർന്നിട്ടുമില്ല. പിന്നെ ഞാനങ്ങനെ പോയിട്ടോ ചായ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കറൊക്കെ തുറന്ന് നോക്കിയ സമയത്ത് കടലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് തേങ്ങ ലേസം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചിരക്കി അരച്ച് പാർന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ചായ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ തൊട്ട് എന്ത് ജോലി എടുക്കണമെന്നുണ്ടെങ്കിലും ചില സമയത്തോളം നേരത്തെ കഴിക്കാൻ പറ്റല്ലേ, ചില സമയത്ത് ഇത് പോയിട്ടുള്ളൂ എന്നെ കൊണ്ട് പറ്റല്. അപ്പോൾ ഞാൻ എന്തായാലും വേഗം പോയിട്ട് ചായ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധമൊക്കെ അപ്പൊക്കെ റെഡി ആയിക്കണു തിന്നാൻ പാകത്തിൽ. പിന്നെ അങ്ങനെ ഫോണും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പോയിക്കോട്ടെ. അപ്പോൾ
സമയമൊക്കെ ഭയങ്കര കുറവാട്ടോ. കാരണം ഇസൂനെ പറഞ്ഞേക്കണ നല്ല തിരക്ക് തന്നെയാണ് രാവിലെ സമയത്ത്. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ വാർത്തെങ്കിലും എനിക്കൊന്ന് മൊബൈലിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാണണം. എന്തെങ്കിലും ഒരു ന്യൂസോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വല്ല വീഡിയോസോ കാര്യങ്ങളോ എനിക്ക് കാണണം. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാട്ടോ ഭക്ഷണം കഴിക്കണത്. ചിലപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ എടുത്ത് നോക്കണത്, ഇല്ലെങ്കിൽ വാർത്ത കാണും. ഈ ഒരു സമയത്തൊന്നും ഹെസമോള് നീച്ചിട്ടില്ല കേട്ടോ. ഓള് നല്ല ഉറക്കത്തിലാണ്. കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ സമയം കിട്ടിയതില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊന്നും ഞാൻ കഴിക്കലില്ല കേട്ടോ. അങ്ങനെ ഇസൂന് ചെറുതായിട്ട് പൊട്ടിപ്പൊളിഞ്ഞതും കിടന്നതൊക്കെ ആയിട്ടുള്ള ഒക്കെ തന്നെ കേട്ടോ. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പത്തിന്. കിടന്നതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം അപ്പം ചുട്ടത് ഇങ്ങനെയായി. അപ്പം അതുകൊണ്ട് തന്നെ കടല എനിക്ക് കൂടുതലായിട്ടൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതിൻ്റെ കറി എനിക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിയും ചെറുതായിട്ട് കടലയും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 3 അപ്പം ഞാൻ ആക്കി കൊടുത്തുക്കണു. പിന്നെ അതേപോലെ ഫ്രൂട്ട്സ് ആയിട്ടൊന്നും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പഴം ഉണ്ടായിരുന്നു. അപ്പം പഴം കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ മറന്നു അതിന് സത്യം പറഞ്ഞാൽ. പിന്നെ പഴം ഉണ്ടായിരുന്നു. അപ്പം അത് കൊണ്ട് ഇന്നത്തെ ദിവസം ഒപ്പിച്ചു. ഈ ഒരു സമയത്തിന് ഏകദേശം ഇസ് വരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എനിക്കുള്ള വെള്ളം അതേപോലെ കഞ്ഞി ഒക്കെ റെഡിയാക്കി വെക്കണം. എനിക്ക് ഓനാണെന്നുണ്ടെങ്കിൽ മദ്രസ വിട്ട് വരാനുള്ള സമയം ആയിക്കണു. ഇസു വരുന്ന സമയത്തേക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും റെഡി ആവലുണ്ട് കേട്ടോ. എത്ര തിരക്കും കാര്യങ്ങളാണെന്ന് പറഞ്ഞാലും പിന്നെ ആ ഒരു സമയത്തേക്ക് എല്ലാതും ഞാൻ റെഡിയാക്കി വെക്കലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മദ്രസ വരിക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തുണികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഉണങ്ങാത്തത്, അതൊക്കെ ഒന്നും കൂടി വെയിലത്തിട്ടേക്കുന്നു. പിന്നെ അതേപോലെ തന്നെ അവൻ്റെ ഷൂസും കാര്യങ്ങളും പിന്നെ നല്ല ചളി ഉണ്ടായിരുന്നു. അത് ചില സമയത്ത് ഓൻ തന്നെ തുടക്കും കാര്യങ്ങളും ചെയ്യല്. അപ്പോൾ ഞാനിപ്പോൾ കണ്ട സമയത്ത് അത് നല്ലോണം ഒന്ന് തുടച്ച് വെക്കുക കേട്ടോ. ഇനി ഷൂസുമ്മ ചളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓന് ഇടുന്ന സമയത്ത് ഓനെ തുടക്കലുണ്ട് കേട്ടോ. പക്ഷേ യൂണിഫോം ഇട്ടിട്ടാക്കാരം ഓൻ ചിലപ്പോൾ തുടക്കണത്. അപ്പോൾ ചിലപ്പോൾ ചളിയും കാര്യങ്ങളും എൻ്റെ മേത്താക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഞാൻ തുടച്ചു കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൻ തന്നെ ചെയ്യൽ കേട്ടോ അവൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അധികം ഒന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. പിന്നെ ഇസൂനെ കൊണ്ടാക്കണതൊന്നും എടുത്തിട്ടില്ല. ഞാനങ്ങനെ ഓനിക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കിറ്റിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഹെസമോൾക്ക് ചായ കൊടുക്കുക കേട്ടോ. ഇസൂനെ ആക്കാൻ പോയ വീഡിയോസൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓളാണെന്നുണ്ടെങ്കിൽ ഓൻ പോയിട്ടാണ് ഓള് നീച്ചത് കേട്ടോ. അതുവരെ ഓൾ ഉറക്കുറങ്ങിയിരിക്കുകയാണ്, നല്ല ഉറക്കുറങ്ങിയിരിക്കണം. പിന്നെ ഓൾക്കുള്ള ചായയും കടിയൊക്കെ കൊടുത്തതിന് ശേഷം സ്രാവ് മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. ഹെസമോളാണെന്നുണ്ടെങ്കിൽ നല്ല കളിയിലാണ്. ഞാൻ ഓരോ ജോലി എടുക്കുന്ന സമയത്തും ഓളും തന്നെ ഇല കൊണ്ടൊക്കെ ഇലകളും പാത്രവും സ്പൂണൊക്കെ ആയിട്ട് ഓള് നല്ല കളിയിലാണ്. ഇന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. കാരണം കാലുവേദനയും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാലുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം കേട്ടോ പിന്നെ വീണ്ടും മീൻ പൊരിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നത്. കുറച്ച് നേരം കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് തിരുമ്പാല്ലാതൊന്നും തിരുമ്പിയിട്ടില്ല കേട്ടോ. കുളിച്ചിട്ടോ തിരുമ്പിയിട്ടൊന്നുമില്ല. കാരണം എനിക്ക് തീരെ വയ്യാന്നോ. ഞാനെങ്ങനെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മീൻ പൊരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഹെസമോൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തിറങ്ങിക്കുക കേട്ടോ. കാരണം ഓളാണെന്നുണ്ടെങ്കിൽ പിന്നെ മുറ്റത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഓൾ മുറ്റത്ത് കളിക്കുകയായിരുന്നു ഞാൻ കിടക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ഓളങ്ങനെ ഓൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓളെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനും തന്നെ മൈൻഡൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാട്ടോ മുറ്റത്തിരുന്ന് ഭക്ഷണം കൊടുക്കണത്. പിന്നെ എത്രയായാലും വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കണതിനൊരു പരിധി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുറ്റത്തിരുന്ന് ഹെസമോളാണെന്നുണ്ടെങ്കിൽ മുറ്റത്തൊന്നും പോയിരുന്നില്ല കേട്ടോ. എനിക്ക് വെച്ചിട്ടൊന്നുമല്ല, ഞാനിങ്ങനെ ഓളെ പിന്നാലെ നടക്കുക കേട്ടോ. ഓളാണെന്നുണ്ടെങ്കിൽ നല്ല കളിയിലാണ്, ഓടിക്കളിക്കുക. എന്നിട്ട് ഇങ്ങനെ വട്ടം കറക്കാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഓള് വരുന്നിരുത്തിയിട്ട് കസാലയിൽ ഒന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഓള് വരണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാക്കിലായിട്ട് മയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ. ഒരു മയിലും അതേപോലെ അതിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ നടക്കും. അപ്പോൾ അതുകൊണ്ട് ഹെസമോൾക്ക് അതൊക്കെ കാണിച്ച് ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഏകദേശം സമയം 2 മണിയൊക്കെ ആയിക്കും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ കേട്ടോ തിരുമ്പാനൊക്കെ പോണത്. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല തിരുമ്പാണ്ട്. പിന്നെ ഇന്നലെ തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം നല്ല തിരുമ്പാണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് വയ്യാന്നുണ്ടെങ്കിലും തിരുമ്പാതെ ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം 2 മണിക്ക് ആയിക്കൊണ്ടെന്നാലും തിരുമ്പിയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നാളേക്ക് ഇതിക്കേറെ കൂടുതലായിരിക്കും. അപ്പോൾ വേഗം ഉള്ളതൊക്കെ വെച്ച് തിരുമ്പ കേട്ടോ.
ഇസുവിൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഞാൻ ദിവസം തിരുമ്പൽ തന്നെ കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ തിരുമ്പലില്ല. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം മുറ്റത്തു കൂടെയും മണ്ണിൽ കൂടെയും പൊടി കൂടെയൊക്കെ കളിച്ചിട്ട് രണ്ടാളെ മേത്തു കൂടെ നല്ല ചളി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ തിരുമ്പലാണ്. പിന്നെ ഇസുവിൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ വേറെ സെപ്പറേറ്റും തിരുമ്പലാട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അന്നത്തെ ദിവസം എനിക്ക് തീരെ വയ്യാന്നു. അപ്പോൾ എന്നാലും വീഡിയോസും കാര്യങ്ങളും എടുക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനങ്ങനെ ഒരുവിധം തിരുമ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ തോരിടാൻ വേണ്ടി പോകുക കേട്ടോ. പിന്നെ ഹെസമോളാണെന്നുണ്ടെങ്കിൽ ഉള്ളിലാട്ടോ, ഓളേനെ കുളിപ്പിച്ച് ഉള്ളിൽ കയറ്റിയിരിക്കണു. എന്നതിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് വേഗം കുളിപ്പിച്ച് ഉള്ളിൽ കയറ്റി ഞാൻ വേഗം ചെയ്തത് എന്നിട്ടാട്ടോ തിരുമ്പാൻ പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല എനിക്കൊന്ന് തിരുമ്പാണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ സബ്സ്ക്രൈബും ചെയ്യുന്നുണ്ട്.